നമസ്കാരം, എല്ലാവർക്കും രശ്മി സരി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വറുത്തരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മത്തങ്ങ വൻപയറും വെച്ചിട്ടുള്ള വറുത്തരിശ്ശേരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ മത്തങ്ങേന്റെ പകുതിയും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുതിർത്തെടുത്തിരിക്കുന്ന വൻപയറും എടുത്തിട്ടുണ്ട്. ഈ പയറ് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ചതായിരിക്കണം. ഞാനിവിടെ 1/4 കപ്പ് വൻപയറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, 150 ഗ്രാം. അത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വെള്ളം കളഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ മത്തങ്ങ അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം 1/2 കിലോ മത്തങ്ങയാണ് എരിശ്ശേരിക്ക് വേണ്ടി എടുക്കുന്നത്. ഇനി എരിശ്ശേരി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വൻപയറും മത്തങ്ങയും ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ആദ്യം പയറിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, സാധാരണ മുളക് പൊടിയാണ് എരിവുള്ളത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചാൽ മതിയാവും. പയറ് കുതിർന്നതായതുകൊണ്ട് മത്തങ്ങേൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇനി കുതിരാത്ത പയറാണെങ്കിൽ ആദ്യം പയർ വേവിച്ചതിന് ശേഷം അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പാകത്തിന് വേവിച്ചെടുത്താൽ മതി. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും എരിശ്ശേരിക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം. ജാറിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും, പിന്നെ അരപ്പിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരു തവണയൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ എരിശ്ശേരിക്കുള്ള അരപ്പോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. പയറും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എരിശ്ശേരിയിൽ മത്തങ്ങ ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ മത്തങ്ങേൻ്റെ കഷ്ണങ്ങളൊന്നും കറിയിൽ കടിക്കാത്ത രീതിയിൽ, നന്നായിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ലോണം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം തേങ്ങേൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് പോകുന്നത് വരെ 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചതും, ഒരു 2 കറിവേപ്പിലയും, ഒരു പച്ചമുളക് മുറിച്ചതും, 4-5 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും, 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ പാകമാണ്, എന്നാലും കുറച്ച് കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തേങ്ങ വരെ ചേർത്ത് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ രുചിയും മണമൊക്കെ ഒന്ന് കറിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മത്തങ്ങ വൻപയർ വറുത്തരിശ്ശേരിയോടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഒരു വറുത്തരിശ്ശേരിയാണിത്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള എരിശ്ശേരി നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി. നന്ദി.